ഈ ഒരു ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ പോലെ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഒരാളെ തോന്നിയാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കൊടുത്ത് കുളിച്ച് റെഡി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ കണ്ണൂരേക്ക് പോവുകയാണ്. ബീച്ചിലേക്കാണ് പോകാൻ വിചാരിച്ചത്. അപ്പോഴേക്കും നല്ല വെയിൽ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം പിള്ളേരെ പാർക്കിൽ കളിപ്പിച്ച ശേഷം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബൈ ദ ബൈ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇന്ന് ഏപ്രിൽ 19 ആ ഡേറ്റിനാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഔട്ടിംഗ് ആവാ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിള്ളേർ വന്നേ പിന്നെ നമ്മളെ ബർത്ത്ഡേ ഒന്നും കാര്യമായിട്ട് അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ യാമിക്കുട്ടി ഇതൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാർക്കിൽ ഫുള്ളായിട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ട് അപ്പം യാമിക്കുട്ടി ഇങ്ങനെ കൈ ആട്ടാൻ വേണ്ടി തുടങ്ങും. പിന്നെ ചേച്ചി കയറുന്ന റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കുതിരയിൽ കയറ്റി ഭയങ്കര ഇഷ്ടമായേ. അതും പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായി. പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. പിന്നെ സ്ലൈഡിൽ ഇറങ്ങാൻ വേണ്ടി കുഴപ്പമാക്കിയപ്പോൾ ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്തായാലും. അവിടെ താഴെ കുറച്ച് നേരം ഇരുത്തി. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു. എല്ലാത്തിലും കയറ്റിയിട്ട് യാമീന അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം പാർക്ക് പോയപ്പോൾ വെറുതെ നോക്കി നിൽക്കുന്നുണ്ടായി. ഒരു 4-5 മാസം മുന്നേ ആയിരുന്നു അത്. ഇപ്പോൾ കുറച്ചും കൂടെ വലുതായല്ലോ, അതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ കുറേ നേരം പാർക്കിൽ കളിച്ച് നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. അപ്പോഴേക്ക് വെയിലൊക്കെ താണിച്ച് നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ല എൻ്റെ ബർത്ത്ഡേ ഔട്ടിംഗ് എന്നും പറഞ്ഞു വന്ന് പിള്ളേരെ കളിപ്പിക്കാനാണോ എന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ പറയാൻ എനിക്ക് 2 സ്ലൈഡിൽ ഇറങ്ങിക്കൂടെയായിരുന്നു വന്ന്. പിന്നെ എന്താ പറയുക, ചേച്ചി അച്ഛനും കൂടെ വെള്ളത്തിൽ കളിക്കുന്ന വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യാമിക്കുട്ടീനും കൊണ്ട് ഞാനും അങ്ങ് ഇറങ്ങി പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് യാമിനെ നനപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ യാമിക്കുട്ടിക്ക് നല്ല സന്തോഷമായി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.